ഹലോ ഹായ്. നമ്മളപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു മൊമെൻറ്റിലാണ് അല്ലേ? നമ്മൾ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ നമ്മുടെ പുതിയ വീടിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് അങ്ങോട്ട് താമസം മാറിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അടുത്ത ദിവസങ്ങളിൽ താമസം മാറുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങോട്ട് എല്ലാവരും കൂടി താമസം മാറി. വീടിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഹോം ടൂർ നമ്മൾ അടുത്ത ദിവസം കാണിക്കും അല്ലേ? ഇന്ന് കുറച്ച് കഥകളൊക്കെ പറയാനുണ്ട്, നമ്മുടെ ഇതുവരെയുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെ. അതിൻ്റെ ഒപ്പം ഇങ്ങോട്ട് നോക്കിയേ, നമ്മളൊരു ഭയങ്കരമായ ഹൗസ് വാമിംഗ് പരിപാടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് പേരെ, അതായത് ഇപ്പോൾ യൂട്യൂബിൽ തന്നെയുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചിട്ടില്ല. അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡേറ്റ് നമ്മളെന്താ പറയുക മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല. നമ്മൾ അടുത്ത മാസമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ നമുക്ക് പെട്ടെന്ന് നടത്തേണ്ടി വന്നു. നമ്മൾ ഏകദേശം ആലോചിച്ചതിൻ്റെ ഒരു 2 വീക്സ് പുറകിലേക്ക് ആക്കേണ്ടി വന്നു. അത് കാരണം വലിയൊരു ഫംഗ്ഷൻ എല്ലാം കൊണ്ടും നമുക്ക് വലിയൊരു ഫംഗ്ഷൻ നടത്താനുള്ള അവസ്ഥ ഇപ്പം ഇല്ല. പല പല കാരണങ്ങൾ കൊണ്ട് ചെറിയൊരു ഫംഗ്ഷനാക്കി നടത്തി. പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ സമയ സൗകര്യം അനുസരിച്ച് ഒരിക്കൽ വിസിറ്റ് ചെയ്യണം, വീട്ടിലേക്ക് വരണം. നമ്മൾ അറിയിച്ചിട്ടില്ലേ അല്ലേ? എല്ലാവരെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എന്താണ് ഈ കാണുന്നതൊക്കെ നമുക്ക് ഈ പറഞ്ഞല്ലോ ചെറിയ ഫംഗ്ഷൻ നടത്തുന്നത് ഒരു 100-300 താഴെ ആളുകൾ മാത്രം പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്, പിന്നെ ഫാമിലി, ഉപ്പാന്റെ കുറച്ച് ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെയുള്ള ഉപ്പാക്കൊരു നിർബന്ധമായിരുന്നു ചെറിയ രീതിയിലൊരു ഫംഗ്ഷൻ വേണം എന്നുള്ളത്. അതെ, ഉപ്പാക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ചെറുതായിട്ട് നമ്മൾ നാട്ടിലാണെങ്കിലും നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറെ പേരെ നമ്മൾ വിളിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ഒന്ന് പൊട്ടിക്കാം. ആളുകളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് അവരുടെ എന്താ പറയാ സന്തോഷത്തിന് നമുക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റിന് അങ്ങനെ ഒരു ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മളോട് പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മൾ ഒന്നും കൊണ്ടുവരണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും കുറെ ആൾക്കാർ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു സന്തോഷം അല്ലേ? അപ്പൊ നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ കുട്ടികൾ ഇങ്ങനെ അതാണ് എനിക്ക് കോമഡി. സംസാരിച്ചു കുറെ പേര്, അതായത് ഇവരെല്ലാരും കൂടി ഒരുമിച്ചുണ്ടാവണം എന്നാൽ മാത്രമാണ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നിർബന്ധമായിരുന്നു. അത് കാരണം രാവിലെ ഒരു പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരാള് പുറത്തു പോയാൽ മറ്റാൾ ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും പാടുള്ള സമയം ഇപ്പൊ രാത്രി കിട്ടിയത്. തുടങ്ങട്ടെ ഞാനും അപ്പോ എല്ലാവരും റെഡിയാണ്. ആദ്യം ടീയൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മയൊക്കെ ഇവിടെ ഉണ്ട്, ഉപ്പ കടയിൽ പോയിരിക്കാണ്. ഇത് മറ്റേ ഇതാണ്. ഇത് ആര് തന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ആൾക്കാർ തന്നിക്കുന്നതെന്ന് കാണിക്കാം. ഈ കച്ചറൊക്കെ ഇവിടെ എങ്ങനെ ഉണ്ടല്ലേ? ലാസ്റ്റ് വൃത്തിയാക്കാം അല്ലേ? എന്ത് സാധനം നല്ല പാക്ക് ചെയ്തിട്ടൊക്കെയാണ്. ഇംബെക്സിന്റെ ഞാൻ കത്തിയൊക്കെ കൊണ്ട് സെറ്റായിട്ടാട്ടോ നിൽക്കുന്നത്. ഇതൊരു ഇതല്ലേ, എനിക്ക് ഇങ്ങനത്തെ ശീലമല്ല കേട്ടോ. ഈ ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ കവർ നോക്കി പിടിച്ച് അല്ല, അത് ഞാൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാർക്കൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു ഇപ്പോൾ ഫാനോ അല്ലെങ്കിൽ മിക്സി അങ്ങനത്തെ ഗ്യാസ് സ്റ്റവ് ഒക്കെ നമ്മൾ അന്ന് കൊടുത്തില്ലേ, അങ്ങനെ കൊടുക്കും. ഇങ്ങനെ ഒരു സമ്മാന പൊതിയാണ്ട് പോകാറുണ്ട് ഞാൻ. ഇത് നല്ലൊരു സംഭവട്ടെ, ബിരിയാണി പോട്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തേക്ക് വെക്കാം. അപ്പവും നമുക്ക് നോക്കാം. കഴിഞ്ഞ കൂടെ കഥകളൊക്കെ അങ്ങനെ പറയാം. അതായത് വീട് പണി പൂർത്തിയാകുന്നതിന്റെ അവസാനത്തെ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മളെ മുഖം കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ഉറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും. അതായത് ഓരോ കാര്യത്തിനും നമ്മൾ ഓടി നടക്കുകയായിരുന്നു. അയ്യോ, പറയാൻ പറ്റൂല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. ഭയങ്കരമായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു ഡേറ്റ് നമ്മൾ എന്താ പറയാ പ്ലാൻ ചെയ്തതല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി, ശരിക്കും നല്ലോണം കഷ്ടപ്പെട്ട്. പിന്നെ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്കതിലേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെന്താ പറയാനുള്ളത്, ചെറിയ ചില പണികൾ ബാക്കി ഉണ്ട് എന്നുള്ളൂ. അതായത് ഫുൾ ഫിനിഷ് എന്ന് പറയാനായിട്ടില്ല, എന്നാൽ ഒരുവിധം പണികളൊക്കെ കംപ്ലീറ്റ് ആവുകയും ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും നമുക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല സത്യം പറഞ്ഞായിട്ട്. അതായത് തലേ ദിവസം അന്ന് രാവിലെ വരെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവനിങ് ആണ് നമ്മൾ ചെറിയ ഫംഗ്ഷൻ വെച്ചത്, പക്ഷെ അന്ന് രാവിലെ വരെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും ടൈം കിട്ടില്ല. പിന്നെ സാവധാനം ചെയ്യണം, പിന്നെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മളങ്ങനെ പതുക്കെ ചെയ്യും. അതെ അതെ അതെ.
ഞങ്ങളിപ്പോൾ ഞാനും ഫെബിയും തന്നെ എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് വെറുതെ ഇരുന്നാൽ ഉറങ്ങിപ്പോകും. അതെ അതെ ഭയങ്കര മുഖം, അതായത് വന്നവരൊക്കെ പറഞ്ഞു അത് മുഖത്തുനിന്ന് മനസ്സിലാക്കാറുണ്ട് ആ ഒരു ക്ഷീണം എന്നുള്ളത്. ഇപ്പൊ ബിരിയാണി ഒന്ന് കുഴങ്ങുമല്ലോ. ഇത് അടുത്തത് വീണ്ടും അതായത് ബിരിയാണി എനിക്ക് തോന്നുന്നത് അതിന്റെ ചെറിയ പോട്ടാണെന്ന് തോന്നുന്നു അല്ലേ, അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു സൈസുള്ള പോട്ട് നല്ല ഭംഗിയുണ്ട്. വേറൊരു കമ്പനിയിലാണ് അല്ലേ. അതെ 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 ഇത് കൊള്ളാട്ടോ, നല്ല ഭംഗിയുണ്ട്. പൊളിക്കണം. വേറൊരു കാര്യം കേട്ടോ, ഈ പറഞ്ഞില്ലേ ഈ ലാസ്റ്റ് 1 വീക്ക് നമ്മളതിനകത്ത് പെയിൻറ്റിങ് കുറച്ച് ഡിലേ ആയി. അതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാരണം സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ഒരു 4-5 ഡേയ്സ് ഡിലേ ആയി. അപ്പോൾ നമുക്ക് ശരിക്കും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനും പിന്നെ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ സമയമൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചിലവഴിക്കേണ്ടി വന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങളൊന്നും, കിച്ചണിലേക്കുള്ള കാര്യപ്പെട്ട സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ഭാഗ്യമുണ്ട്, ഇതിലില്ലാത്ത വാങ്ങിയാൽ മതി ഇനി. അത് ശരിയാണ്, നല്ലൊരു ഐഡിയ അല്ലേ. അതെ, അതായത് നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിട്ടില്ല ഇങ്ങോട്ട് മാറാനെന്നുള്ളത് അല്ലേ. അതായത് നമ്മൾ ഇപ്പോഴും എന്താ പറയാ, എന്തോ ഒരു പ്രയാസം നമ്മൾ താമസിച്ച വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഇതുവരെ പല ആൾക്കാരും പറഞ്ഞിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പാലക്കായില് നമ്മളൊരു അയൽവാസിന് കിട്ടും, പാലക്കാട് ഉമ്മാൻ്റെ വീടിൻ്റെ അവിടെ കുഞ്ഞാൽ താത്ത, അവരുടെ പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം അവർക്ക് ഭയങ്കര വിഷമമാത്ര. കുറച്ച് താഴെ തന്നെ ഒരു പഴയ വീട്. അപ്പോൾ പകൽ ഫുള്ള് അവിടെ പോയിരുന്ന് കരയുന്നു. അതായത് വീടിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഞങ്ങൾ പോയില്ലോ എന്നുള്ളൊരു വിഷമമാത്രേ. അപ്പോൾ കുഞ്ഞാത്താത്ത പറഞ്ഞപ്പോഴൊക്കെ എനിക്കത് കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കുറച്ച് ദിവസം മുന്നേ തന്നെ അത് തുടങ്ങിയിരുന്നു. അതായത് എന്തോ ഒരു വിഷമം എവിടെ ഉണ്ട്. ഞാൻ ഇപ്പം ഇന്ന് രാവിലെ ഒരു സാധനം എടുക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് പോയി കൊട്ടപ്പള്ളിയിൽ. അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഭയങ്കര ഞാൻ ഇമോഷണലായി പോയി. വീഡിയോ ഒക്കെ എടുക്കൂലേ? ഞാൻ ചെറിയ ഷോർട്ട് ഇങ്ങനെ ചുറ്റും നടന്നിട്ട് എടുത്തു. ഞാൻ അമ്മയോട് പറഞ്ഞത് നമ്മളിങ്ങനെ വീടിനെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്ന എന്താല്ലേ, നമ്മൾ അങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ശരിക്കും അതാണ് ബെന്യാമിൻ പറഞ്ഞത്, നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. കണ്ടെയ്നറാട്ടോ അത്, ശബ്ദം വരുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ നീക്കി വെച്ചേ. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, നമുക്ക് വിഷമമുണ്ട് എന്നുള്ളത് വീട്ടിൽ നിന്ന് പോരാനോ, അതായത് മെന്റലി പ്രിപ്പയർഡ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ അവിടെ നിന്നുള്ള സാധനങ്ങളോ നമ്മുടെ സാധനങ്ങളോ ആവശ്യമുള്ള സാധനങ്ങളോ ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടുമില്ല, പിന്നെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരിക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അതൊക്കെ പതുക്കെ സെറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് ടൈം എടുക്കും എന്നുള്ളത്. ഈ വീട്ടിലേക്കുള്ള ഒരു പാത്രവും വാങ്ങിച്ചിട്ടുണ്ടായില്ല. പിന്നെ തലേ ദിവസം നാളെ നമ്മൾ മാറുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാനും ഫെബിയും ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ടോ. അപ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ തകൃതിയായി പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം രാത്രിയിലും പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ്, നല്ലൊരു കൊള്ളാം അല്ലേ. ഇത് നമുക്കൊരു ഇങ്ങനെ വെക്കാൻ പറ്റും, ആർട്ട് പീസ് പോലെ വെക്കാം അല്ലേ. അല്ലേ, ഇത് വീഴണ്ട. വേറെന്താ അതിൻ്റെ ഉപയോഗം? സംഭവം നല്ല രസമുണ്ട് അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത്യാവശ്യമുള്ള കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി പോയി. പക്ഷേ ആ പോക്ക് പോലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സമയം അവിടെ നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് പോരേണ്ടി വന്നു. പിന്നെയുള്ള തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞ് അന്ന് ബാക്കിയായി കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു അല്ലേ. പിന്നെ അതിലത്തെ കുറച്ച് ഫുഡ് ചൂടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു പാൻ പോലും ഒരു പരന്നൊരു ചട്ടിയോ ഒരു പാനോ ഒന്നുമില്ല. എന്നിട്ട് പിന്നെ അടുത്ത വീട്ടിലേക്ക് കൂടെയൊക്കെ ഓടുകയാണ്. അപ്പുറത്ത് ജ്യേഷ്ഠൻ താമസിക്കുന്നുണ്ട്, അവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ പാനൊക്കെ എടുത്തു തുറന്നിട്ടാണ് പുതിയ വീട്ടിലിങ്ങനെ മാനേജ് ചെയ്യുന്നത്. ഇപ്പോഴും നമുക്ക് ആ ഒരു തപ്പൽ മാറിയിട്ടില്ല അല്ലേ, ഒരു ഓർഡർ ആവുന്നില്ല. ഞാൻ ചോദിച്ചവരൊക്കെ അങ്ങനെ പറഞ്ഞത് സാവധാനം ശരിയാവുള്ളൂ. ഇത് ഇതാട്ടോ, ഗ്ലാസ്സുകളാണ് ഒരു സെറ്റ്. എന്തായാലും ഇതൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് അല്ലേ. നമ്മള് അടുത്ത ഗിഫ്റ്റ് ഇത് അവര് പൊട്ടിക്കട്ടെ, നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല വർത്തമാനത്തിന്റെ ഇടയിൽ. വീഴ്ത്താൻ പാടില്ലേ? ഓക്കെ, അവർ പൊട്ടിച്ചോട്ടെ, ശ്രദ്ധിച്ച് പൊട്ടിക്കോ രണ്ടാളും. വീഴ്ത്തല്ലോ, പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തന്നാൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ഇവിടെ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞല്ലേ. അതായത് ഞാനിപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ പോയിട്ട് ഇരിക്കുമ്പോഴും അവിടെ കിടക്കുമ്പോഴും ബാത്റൂമിൽ കയറുമ്പോഴൊക്കെ ഞാൻ ഏതോ ഒരു യാത്രയിൽ ഏതോ ഒരു ഹോട്ടൽ റൂമിൽ നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാം. ശരിയാ, അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, മെന്റലി പറഞ്ഞല്ലോ അതിന് ടൈം എടുക്കും എന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു വീട് പണി യാത്രയിൽ അല്ലേ, നമ്മുടെ കൂടെ നിന്നിട്ടുള്ളവരെ കുറിച്ച് പറ. അതായത് തുടക്കം മുതൽ നമ്മൾ ഈ സ്ഥലം വാങ്ങിയിട്ട്
ഇവിടുത്തെ ഈ മണ്ണ് നിരത്താൻ വന്ന JCB ഓപ്പറേറ്റർ മുതലുള്ള ഈ അവസാനത്തെ ഈ ഫൈനൽ ക്ലീനിങ് വരെയുള്ള ഓരോ ആൾക്കാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. അതെ, നന്ദി പറയാം. പക്ഷെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പിന്നെ വീട് പണിയുടെ ഭാഗമാണല്ലോ അല്ലേ. ചില ആൾക്കാർ നമ്മൾ ഭയങ്കരമായിട്ട് മെന്റലി ഒക്കെ നല്ല വിഷമമുണ്ട്. അതൊക്കെ പിന്നെ വീട് പണിയുടെ ഭാഗമാണ്. പിന്നെ നമ്മൾ ഈ സന്തോഷ മൊമെന്റിൽ അതിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല, പോസിറ്റീവ്സ് മാത്രം. അതെ അതെ, പോസിറ്റീവ്സ് മാത്രം. അപ്പോൾ അവരോട് പ്രത്യേകം നന്ദി പറയാം. ഇതെന്ത് സാധനം? ഇതൊരു സാധനം പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊരു ഫ്ലവർ വേസ് അല്ലേ. ഇതൊരു ഫ്ലവർ വേസ് ആണ്. പിന്നെ ഇതൊരു കപ്പും അതിന്റെ ട്രേയും ഒരു സെറ്റ് അല്ലേ. ഓക്കെ, ഇതുണ്ടോ? ഇങ്ങനത്തെ കുറെ ഉണ്ടാവും അല്ലേ സാധാരണ ഹൗസ് വാമിങ്ങിനുള്ള അല്ലേ. നമ്മളിവിടെ അങ്ങനത്തെ ഒരു ഫ്രെയിമോ ഒന്നും വെച്ചിട്ടില്ല അല്ലേ. അങ്ങനത്തെ ഒരു ഡെക്കോർ ഐറ്റംസ് പിന്നെ സംഭവം ഒരു ടൈം ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എടിപിടി, അതായത് പെട്ടെന്ന് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല. പിന്നെ എന്താ പറയാ, അതിനൊരു സമയം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞേ, ലാസ്റ്റ് 4-5 ദിവസം നമ്മൾ ഇവിടെ സ്റ്റക്കായി പോയി. ആ 4-5 ദിവസം നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇതൊരു ഫോട്ടോ ഫ്രെയിം പർച്ചേസിന് വേണ്ടി വിചാരിച്ചിരുന്നു. അപ്പോൾ കുറച്ച് ആർട്ട് പീസസ്, ഭയങ്കര കുത്തിനിറക്കലൊന്നും കേട്ടോ, വളരെ ചെറിയ കുറച്ച് സംഗതികൾ സെലക്ട് ചെയ്ത് വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാനും പറഞ്ഞു, അതിന് സമയം എടുത്ത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് തെരഞ്ഞെടുത്ത് വാങ്ങിക്കുകയാണ് നല്ലത്. ഇതും ഒരു ഫോട്ടോ ഫ്രെയിമാണ്. പക്ഷെ സാവധാനം ചെയ്യാം, അതിന് നമുക്ക് സമയം കിട്ടിയില്ല എന്നുണ്ട്. അത് കാരണം ഇവിടെ പ്രത്യേകിച്ചൊരു ആർട്ട് വർക്കോ അല്ലെങ്കിൽ ഒരു ആർട്ട് പീസോ, അതായത് ഡെക്കോർ ഐറ്റംസ് ഒന്നുമില്ല, ഫുള്ള് കാലിയായി കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ അവസാനത്തെ ദിവസങ്ങളിൽ പിന്നെ നമ്മുടെ കനോപ്പി ടീം, നമ്മളെ ഈ വീട് പണിയുടെ തുടക്കം മുതൽ കൂടെ നിന്ന് നമ്മൾ കുറേ, അതായത് തുടക്കം മുതലേ നമുക്ക് ഓരോരോ അല്ലേ എഡിറ്റിങ്ങും കാര്യങ്ങളും അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അവര് ക്ഷമയോടെ ചെയ്തു തന്ന ടീമാണ് അവർ. കനോപ്പി 3 പേര് അവര് ആർക്കിടെക്ട്സ്, താമരശ്ശേരിയിലെ ടീമാണ്. അജ്മൽ, ഇക്ബാൽ, രാജു, അവര് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ഐഡിയകളും അവർ പ്രൊവൈഡ് ചെയ്തു നമുക്ക് എങ്ങനെയാണ് ആഗ്രഹം അതുപോലെ അവർ ചെയ്തു തന്നു. അപ്പോൾ അത് രാജു എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഓർമ്മല്ലേ, കോഴിക്കോട്ട് അവർക്ക് അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് എളുപ്പമാണല്ലോ, അവർക്ക് അവിടെ കുറേ അറിയുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അഷ്റഫ് ഒരു ദിവസം ഒന്ന് വാ, നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവർ കുറേ വിളിച്ചു. അതായത് കോഴിക്കോടൊന്ന് പോയി വരിക, ഇത് കുക്കറാണ് കേട്ടോ, കോഴിക്കോടൊന്ന് പോയി വരാൻ ഒരു ദിവസം മിനിമം വേണം. ഇവിടുന്ന് 10 മിനിറ്റ് പോലും വെറുതെ ഇരിക്കാനുള്ള സമയമില്ലാത്ത സമയത്താണ് രാജു വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ദിവസം വരെ ഞാൻ പറഞ്ഞു ഞാൻ നോക്കാന്ന് പറഞ്ഞു. ലാസ്റ്റ് ദിവസം പറഞ്ഞു ഞാൻ ഇനിയിപ്പോൾ നമുക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടാക്കാം. ഇത് പക്ഷേ വെയിറ്റിലൊരു സാധനം, ചിലപ്പോൾ പൊട്ടുന്ന എന്തെങ്കിലും ആയിരിക്കും. പൊട്ടുന്ന എന്തിനാണെങ്കിൽ നിങ്ങൾ പൊട്ടിക്കോ. ഇതും വെയിറ്റ് ഉണ്ടല്ലോ. എന്താണ് ഹലുവയാണോ? പിന്നെ അങ്ങനെ ഓരോരുത്തരെയും എടുത്ത് പറയാൻ അല്ല, എല്ലാവരും അല്ലേ നമ്മുടെ കൂടെ നിന്നെല്ലാവരും ആക്റ്റീവായി തുടക്കം മുതൽ അവസാനം വരെ. അപ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഇപ്പോഴുള്ള കണ്ടീഷൻ, ഫെബി ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു കാക്കു ഇനി ഒരു പണിയും പറയണ്ട, ഇപ്പം എന്താണോ കണ്ടീഷൻ അവിടെ നിർത്തിയിട്ട് നമുക്ക് ഹൗസ് വാമിങ് ചെയ്യാനുള്ളത്. കാരണം അവസാനമായപ്പോഴത്തേനും അതൊരു മതിയായ അവസ്ഥ ഉണ്ടാവുമല്ലോ. നമ്മൾ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ നല്ല തളർന്ന അവസ്ഥയിലായിരുന്നു. അതെ, രാവിലെ 6-7 മണിക്ക് ഇങ്ങോട്ട് വരും. പിന്നെ നമ്മൾ ഇവിടെ തന്നെ രാത്രി ഒരു 2-3 മണി വരെയൊക്കെ ഇവിടെ തന്നെ ആ ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മാത്രമല്ല കേട്ടോ, വീട്ടിലെല്ലാവരും മക്കളാണെങ്കിലും ഇപ്പാണെങ്കിലും അവരൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു. ഓരോ കാര്യത്തിന് അവരും ഉണ്ടായിരുന്നു. ക്ലീനിങ്ങിനും ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ജഗ് പൊട്ടുന്ന സാധനമാണേ, കൊള്ളാം അല്ലേ. അതിൻ്റെ ഗ്ലാസ്സുകളുണ്ട്. ഇത് പതുക്കെ വെക്കും താഴത്തെ പാത്രങ്ങളാണ്. ഇതെന്ത് പാത്രം? അതാണ് ഞാൻ ഇത് ഫ്രൈ പാനാ വിചാരിച്ചു. അതാണ് വെയിറ്റ് അല്ലേ. ഓക്കെ പ്ലേറ്റ്സ് ആണ്, പ്ലേറ്റ്സ് വൈറ്റ് സെറാമിക് പ്ലേറ്റ്സ്. ഇത് ഇങ്ങനെ പിടിക്കല്ലേ. പിന്നെന്താണ് ഷാനുവിന് എന്താ ഇത് വേണോ? ഷാനു അപ്പോ ഇതെന്താ വലിയൊരു സംഗതി. ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ടാവില്ല, ഇത് വലുതാണല്ലോ. കാലിഗ്രാഫി. പിന്നെ ഇപ്പം എന്താണ്, കുറേ പേര് കമൻറ്റിലായിട്ടും
മെസ്സേജിലൊക്കെ പറയുന്നുണ്ട് ഹൗസ് വാമിങ്ങിന് വിളിക്കണം, വീട് കയറി താമസത്തിന് വിളിക്കണം എന്നൊക്കെ കേട്ടോ. പിന്നെ എല്ലാവർക്കും എന്താ ഭയങ്കര ഒരു സന്തോഷമല്ലേ നമ്മൾ കാണുമ്പോഴൊക്കെ. അതായത് ഞങ്ങളെക്കാളും നമ്മളെ വീടിന്റെ കാര്യത്തിൽ കൗതുകമുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതെ, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ എല്ലാവരും വീട് പണിയുടെ വിശേഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 വർഷം, എത്ര വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്? 2-2.5 വർഷത്തോളം എല്ലാവരും ഭയങ്കര എന്താ പറയാ കാത്തിരിക്കണ പോലെയൊക്കെ തോന്നി. എല്ലാവരും കാണുന്നവരൊക്കെ വിശേഷം ചോദിക്കുമായിരുന്നു. അപ്പോൾ നമ്മളെക്കാളും ഇതൊന്ന് പൂർത്തിയായിട്ട് കാണാൻ ആഗ്രഹിച്ചവരായിരുന്നു അങ്ങനത്തെ ആൾക്കാരെ പോലും നമ്മൾ ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അതായത് ഞാൻ ദൂരെ നിന്നുള്ള ആരെയും വിളിച്ചിട്ടില്ല. അടുത്തുനിന്നുള്ളതും നമ്മൾ എന്താ പറയാ വളരെ കുറച്ച് പേര്, നമുക്ക് കുറെ പരിമിതികൾ ഉള്ളത് കാരണമാണത്. പിന്നെ പക്ഷെ എന്തായാലും എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരിക്കൽ ഒന്ന് വിസിറ്റ് ചെയ്യണം ഇവിടെ. ഇപ്പൊ ബാംഗ്ലൂരിൽ ഫാമിലി വന്നു, അവര് ഫംഗ്ഷന്റെ അന്ന് വന്നില്ല. അന്ന് വന്നു കഴിഞ്ഞാല് ഒന്നിനും സമയം ഉണ്ടാവില്ല. അതായത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് കുറേ എല്ലാവരും എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കുറേ എല്ലാവരും വന്നു. പക്ഷെ നമുക്ക് അവരെ എത്രത്തോളം അല്ലേ സമയം കൊടുക്കാൻ പറ്റിയെന്ന് നമുക്ക് ആ ഒരു വിഷമം നമുക്ക് നല്ലോണം, നമ്മൾ 2 പേർക്കും ഉണ്ടായിരുന്നു ആ ഒരു വിഷമം. പിന്നെ എന്താ പറയാ, തിരക്കാണല്ലോ, അത് കാരണമുള്ള പ്രശ്നമാണ് അങ്ങനെ. അപ്പൊ ആരും പിന്നെ ഒരു അതും പറഞ്ഞിട്ടില്ലല്ലോ നമ്മള്, ഒരു വീഡിയോ ഫോട്ടോ ഒന്നും അത് പ്ലാൻ ചെയ്യാൻ പറ്റില്ല, മണി വീഴും. ഈ ഹൗസ് വാമിങ്ങിന്റെ ഡേ ഒരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ തുടക്കത്തിൽ കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തു, പിന്നെ അങ്ങോട്ട് തിരക്കായി പോയി. പിന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് കറക്റ്റ് ഒരു പ്ലാനിങ്ങിനുള്ള ടൈം കിട്ടിയില്ല അല്ലെ. വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെ, ഹൗസ് വാമിങ് സാധാരണ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അത് ചെയ്തിട്ടില്ല. നമ്മൾ വീഡിയോ ഫോട്ടോസ് വന്നവരെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. അങ്ങനെ കുറെ എന്താ പറയാ അബദ്ധങ്ങൾ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അബദ്ധങ്ങൾ പറ്റി. അങ്ങനെ ഒരു വീണ്ടും ബിരിയാണി പോയി 3 അല്ലേ, കൊള്ളാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ഒരു വീട് പണിത ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം, ഒരു വീട് ഒരാൾ പണിയുമ്പോൾ അയാൾ കടന്നു പോകുന്ന അവസ്ഥകൾ, പല തരത്തിലുള്ള അവസ്ഥകൾ, നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ക്ഷമ നല്ലോണം വേണം അല്ലേ. പിന്നെ കുറേ എന്താ തത്വചിന്തകളൊക്കെ വരും കേട്ടോ നമുക്ക്. നമ്മൾ കടന്നു പോകുന്ന ഘട്ടങ്ങൾ ഭയങ്കര, അതിലത്തെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ വിശദമായിട്ട് ഫോട്ടോ ഫ്രെയിം ചില പോയിന്റ്സ് എനിക്ക് കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ട് പറയാനുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഹോം ടൂറിൽ പറയാം. ഹോം ടൂറിലോ അല്ലെങ്കിൽ എനിക്ക് ഇരുന്ന് സംസാരിക്കേണ്ട ചില സംഭവങ്ങളുണ്ട്, അതൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇതെന്താ നോക്കട്ടെ. ഇത് മാച്ചാണോ? കംഫർട്ടാണ്. അത് കൊള്ളാം. പിന്നെ ഇതാണ് കംഫർട്ട് അല്ലേ? ഇത് കംഫർട്ടാണ്. യെസ്, ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് വീണ്ടും സംസാരിക്കാം കേട്ടോ. അടുത്ത് പൊട്ടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട് ഇപ്പോൾ ഈ ആളുകൾ മുഴുവൻ കുറേ പേര് വീട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. നമ്മൾ എന്നിട്ട് ആ വീട് കാണിക്കാതെ ഈ സമ്മാനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്യാം അല്ലേ? നാളെ തന്നെ ഷൂട്ട് ചെയ്യാം. ആദ്യം വിചാരിച്ചേ കുറച്ച് ഫിനിഷിങ്, ഇപ്പം നേരത്തെ പറഞ്ഞില്ല, ഈ ഡെക്കോർ സംഗതികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പല സ്ഥലത്തും ഒരു ബ്ലാങ്ക് ഫീൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഐറ്റംസ് അല്ല, ആവശ്യത്തിനുള്ള ചെയർ പോലും വാങ്ങിച്ചിട്ടില്ല. ഈ വീട്ടിൽ ചെയറില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പെട്ടെന്നൊരു സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ പെട്ടെന്നാണ് വാങ്ങിച്ചു പോരില്ല. നമ്മളല്ല അസ്വസ്ഥ, ഓരോ സാധനമാണെങ്കിലും അത് അന്വേഷിച്ച്, അത് മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വാങ്ങിക്കുള്ളൂ. ഒന്നിലും ഒരു കോംപ്രമൈസും ഇല്ല. അത് അന്വേഷിച്ച് കുറേ വാങ്ങുന്ന കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ വീടിൻ്റെ ഒരു പോർഷൻ നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ. എനിക്കൊരു കാര്യം ഇങ്ങനെ ചെയ്താൽ മതി തോന്നുമ്പോൾ ഞാനത് ഫെബിയായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓൾക്കത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ, അതല്ലെങ്കിൽ അവൾ അഭിപ്രായം പറയും. അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കും. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. അതായത് കോംപ്രമൈസുകൾ പരമാവധി ഒഴിവാക്കാൻ നോക്കും. പക്ഷേ എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മളൊരു പ്രാവശ്യമല്ലേ ഒരു വീടുണ്ടാക്കുക. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം പോലെ ആവണം എന്നുണ്ട്. തുടക്കം മുതലേ ഞാൻ പറയാറുണ്ടായിരുന്നു,
എനിക്ക് വീടിൻ്റെ എക്സ്റ്റീരിയർ ഭംഗിനെ കുറിച്ചിട്ട് വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. നമുക്ക് രണ്ടുപേർക്കും ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു കാര്യത്തിൽ. അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാന്നുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ. ജീവിക്കുന്നതിൻ്റെ അകത്താണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ആഗ്രഹിക്കുന്ന വീട് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരു ഫാഷനറി സംഭവങ്ങളൊന്നും ഗിമ്മിക്സ് ഒന്നുമില്ല നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ ലൈറ്റ്സ് ആണെങ്കിൽ നമുക്ക് വെളിച്ചത്തിന് വേണ്ടിയുള്ള സിമ്പിൾ ലൈറ്റ്സ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത്. അത് ഒരു അതായത് അങ്ങനെ ചെയ്യുന്നവർ മോശം എന്നുള്ളതല്ല. അല്ലല്ല അങ്ങനെയല്ല. ഇത് ഓരോ വ്യക്തിൻ്റെ അനുസരിച്ചിട്ട് മാറും. പല പല ടേസ്റ്റുകളാണ്. അത്രേ ഉള്ളൂ. അതനുസരിച്ചായിരിക്കും അവർ ഓരോ സാധനങ്ങളും ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ അപ്പോൾ അതിന് വേണ്ടി എഫക്റ്റ് കുറച്ചും കൂടി കൂടുതലാണ് തോന്നുന്നു. ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അപ്പോൾ ഒരു ചെയർ വാങ്ങിക്കാൻ പോയിട്ട് നമ്മൾ കുറേ കടകൾ ചിലപ്പോൾ പറയും ഇനിയിപ്പോൾ അത് മതി. എനിക്ക് കാരണം നമ്മൾ ഇതിന്റെ കൂടെ നടക്കുകയല്ലേ. അപ്പൊ അതുപോലെ ഒരു കോഫി ടേബിൾ പോലെ ചെറിയൊരു ടേബിൾ അല്ലേ, അതുപോലെ അതും ഇതേപോലെ കുറേ കടകൾ കയറി ഇറങ്ങി. ഡൈനിങ് ടേബിളിന്റെ കാര്യം ഇല്ല, ഡൈനിങ് ടേബിളിന്റെ കാര്യം കഥ നമുക്ക് ശരി ഹോം ടൂറിൽ വിശദമായിട്ട് പറയാം. കഥകളുണ്ട് വിശദമായിട്ട് പറയാം. ഡൈനിങ് ടേബിൾ ഇല്ലാതെ ഹൗസ് വാമിംഗ് നടക്കും എന്നുള്ള ഘട്ടം വരെ എത്തിയിരുന്നു. നമുക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടാത്തത് കൊണ്ട്, പക്ഷേ ലാസ്റ്റ് നമുക്കത് കിട്ടിട്ടോ. എയർ ഫ്രയർ കണ്ടോ നീ? ഇത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. എയർ ഫ്രയർ അയ്യോ ഫിലിപ്സ് അല്ലേ? ഓക്കെ. ഇത് ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അല്ലേ? നമ്മൾ എപ്പോഴൊക്കെ വാങ്ങണം വിചാരിച്ചിരുന്നു. പഴയ വീട്ടിലേക്ക് തന്നെ വാങ്ങണം വിചാരിച്ചിരുന്നതാണ്. വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് വെക്കാൻ കുറച്ച് സ്ഥലം വേണമല്ലോ. അപ്പോൾ എയർ ഫ്രയറായി. ഇതപ്പോൾ നമ്മൾ അന്ന് വാങ്ങിയെങ്കിൽ പറ്റിയിരുന്നില്ലേ? പിന്നെ ഇതിലില്ലാത്ത കുറേ ഐറ്റംസ് നമ്മൾ അവിടെ ഉള്ളതുണ്ടല്ലോ. പതുക്കെ വെക്ക് ഷാനു കേട്ടോ. ഏതാ? അല്ല, ഇവിടെ അല്ലാത്ത ഐറ്റംസ് വേറെയും കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് അല്ലേ? കുടുംബക്കാർ വാങ്ങിച്ചത്. അതെ 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 അതെ. ഇതാ ഇത് നല്ല ഭയങ്കര ഭംഗിയുള്ള സാധനം അല്ലേ? വീഴ്ത്തണ്ട. ഗ്ലാസ് ഓൺ ടോപ്പ് ഒരു കടായി പോലെ. ഭയങ്കര വെയിറ്റും ഉണ്ട് അല്ലേ? ഹെവി ക്വാളിറ്റി. അതിൻ്റെ തന്നെ സെയിം സൈസിലുള്ള ഒരു ചെറിയ ഐറ്റം. വീഴ്ത്തണ്ട. ഇല്ല, ഇതും അത് തന്നെ അല്ലേ? അതിൻ്റെ വേറൊരു ഷേപ്പ് അല്ലേ? പിന്നെന്താ ചെറുക്കന്മാരെ പൊട്ടിക്ക്. ഞാനത് കുറേ നേരമായി അവര് കാത്തിരിക്കാണ്, നമ്മൾ കൊടുക്കാത്തോണ്ട് വെയിറ്റ് ഉള്ളത് കൊടുക്കാൻ. ഇത് ഒരു കവറിലായിരുന്നു. കവർ വേറെ എന്തെങ്കിലും എടുത്തു. അത് കാരണം ഇത് നേരത്തെ അൺബോക്സ് ആയിപ്പോയി. മറ്റേ ഒരു മെറ്റാലിക് ആർട്ട് പീസാണ് കേട്ടോ, വാൾ ഡെക്കോർ. അതി ഇത് ക്ഷീണിച്ചോടാ നിന്നിട്ടേ. ഇത് ഒരു തലക്കം തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ഇതെന്താ നോക്കാം നമുക്ക്. വേറെന്താ പറയാനുള്ളത്? കഥ പറ. പിന്നെന്താ കഥ പറയാം? ഇത്രയ്ക്കുള്ള വീട് പണിയുമായി ബന്ധപ്പെട്ട് കുറേ പറയാനുണ്ട്. പക്ഷേ മറ്റേ കഥ പറയട്ടെ. ഏത് കഥ? സെന്റി കഥ. അത് വേണം. അത് ലാസ്റ്റ് ഡേ തലേ ദിവസം നമുക്ക് അങ്ങനെ ഒരു ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അല്ലല്ല, അതിന്റെ ഒരു കാര്യം പറയണ്ടേ? പറഞ്ഞു ഇതൊന്നും ഞാൻ കട്ട് ചെയ്യൂല. ഏതാ ഉദ്ദേശിച്ചത്? അല്ല, പാലുകാച്ചൽ പോലെ ചടങ്ങ്. നമ്മളങ്ങനെ പാലുകാച്ചൽ എന്നൊന്നും പരിപാടിയൊന്നുമില്ല. ഉപ്പ പറഞ്ഞാൽ നമുക്ക് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാം, പക്ഷേ കട്ടൻ ചായ പോലും ഉണ്ടാക്കില്ല. അന്നെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആളുകളൊക്കെ ഇൻവൈറ്റ് ചെയ്തത് ഉച്ചയ്ക്ക് ശേഷമാണ്, 4 to 8 ചെറിയൊരു ഫംഗ്ഷൻ. അപ്പോൾ തലേ ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഉമ്മാനി ഉപ്പരൊക്കെ വേണ്ടി ഞാൻ വീട്ടിലേക്ക് ആക്കി. പിന്നെ ഞാനും ഫെബി ഇങ്ങോട്ടെല്ലാം വന്ന് ബാക്കി പിന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ചെയ്ത്. പിന്നെ ഒരു 4 മണിക്കോ 3:30 ഇവിടെ കടന്നത്. 3:30-4 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ തന്നെ കടന്നു. തലേ ദിവസം ഇതെവിടെ തുറക്കുക. അതൊരു ബിരിയാണി പോട്ടാണ്. അങ്ങനെ 3:30 കിടന്നിട്ട് 5:30 മണിക്കോ 5:30 മണിക്ക് എണീറ്റിട്ടോ. സുബഹി സമയത്ത് എണീറ്റു. എന്നിട്ട് ഇവിടെ അല്ലേ നമ്മൾ ഈ ലിവിങ് ഏരിയയിൽ നിന്നിട്ട് നമ്മളിവിടെ രണ്ടുപേരും ഞങ്ങൾ നമസ്കരിച്ചിട്ടു. സുബഹ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഫെബിൻ്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. പിന്നെ പെരും കരച്ചിൽ. ഇങ്ങോട്ട് പറഞ്ഞില്ലല്ലോ? ഭയങ്കര കരച്ചിൽ, വാവിട്ട് കരയാ. ഭയങ്കര ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു കേട്ടോ. അതേപോലെ ഒരു ബിരിയാണി പോട്ട് അതിന് കഷ്ടപ്പെടില്ല. അത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ശരിക്കും കരഞ്ഞു. ഞാൻ കുറേ സമാധാനിപ്പിച്ചിട്ടാണ്. സംഗതി സന്തോഷത്തിൻ്റെയാണ്.
പിന്നെ ഇവരോട് ആരോട് പറഞ്ഞിട്ടില്ല ആ കാര്യം. പിന്നെ ഉള്ളത് എന്താ പറയാ, നമുക്ക് അങ്ങനെ ഒരു ചടങ്ങുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതായത് നമ്മളങ്ങനെ നടത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ട് പാല് കാച്ചൽ സംഭവങ്ങൾ, അങ്ങനത്തെ ഒരു ചടങ്ങൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും നടന്നില്ല. അതൊന്നും നടന്നില്ല. പിന്നെ നമ്മളെപ്പോഴും നമ്മളൊന്നും ഉണ്ടാക്കിയില്ലേ ഒരു കട്ടൻ ചായ, നമ്മൾ ഷൂട്ട് ചെയ്തില്ലേ. അത് എത്ര മണിക്കാ? നമ്മൾ ഈ ഒരു ഈവനിങ്ങിന് ഒരു 1 മണി 2 മണി സമയത്തെങ്ങാണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു. അതായിരുന്നു നമ്മുടെ ചടങ്ങ്. അതെ അതെ. വേറൊരു സംഭവം ഉണ്ടല്ലോ, കുടിയിരിക്കൽ ഹൗസ് വാമിങ് എല്ലാവരും ഉണ്ടാക്കുക ശനിയാഴ്ചയാണ്. മുത്തങ്ങ ഒരു പുല്ലാണ്, അതിങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കളയാണ്, അതിങ്ങനെ നിറയെ ഉണ്ടാവും, പോവില്ല, വിത്തറ്റ് പോവില്ല അത്രേ. അപ്പോൾ മുത്തങ്ങ കുടിയിരുന്ന ദിവസം അത്രേ ശനിയാഴ്ച. അപ്പോൾ അത് അവിടെ തന്നെ അങ്ങനത്തെ ഒരു കഥയുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാരണം എല്ലാവരും ശനിയാഴ്ച ഉണ്ടാക്കും. അപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു എന്തായാലും ശനിയാഴ്ച വേണ്ടാവും, വേറെ ഒരു ദിവസമാണ് കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക, ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണല്ലേ. കടായി ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കടം വാങ്ങിയത്. ഇതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഉണ്ടാവുന്ന സമയത്ത് പൊട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പാത്രം, ഇത് പാത്രമാണെന്ന് തീരുമാനിച്ചു. ഷേപ്പാണ് പറയുന്നത് പാത്രമാണെന്നത്. ഇതാ ഇനി ഒരു വലിയ ബോക്സ് വരുന്നുണ്ട് കേട്ടോ. എടാ വീണ്ടും ഓക്കെ ഒരു സ്റ്റീലിൻ്റെ പാത്രം. എടാ ഇത് വീണ്ടും വന്നു, രണ്ടാമത്തെ എയർ ഫ്രയർ ആണ് കേട്ടോ. വീണ്ടും എയർ ഫ്രയർ. നമ്മളിനി ഫുൾ ഹെൽത്തി ആയിരിക്കും, ഓയിൽ ഫ്രീ അല്ലേ. ഞാൻ ഇവിടെ എയർ ഫ്രൈ ചെയ്യുന്നു, നീ അപ്പുറത്തെ എയർ ഫ്രൈ ചെയ്യുന്നു. മതി അടുത്തത് ഇവർക്ക് കൊടുക്കും, ഇവർ കുറേ നേരമായി കാത്തിരിക്കുന്നു. നിങ്ങൾ പൊട്ടിച്ച് റിവീൽ ചെയ്യണം കേട്ടോ അത്. ഓക്കെ, വീണ്ടും അവർ പൊട്ടിച്ചത് ഒരു ഫോട്ടോ ഫ്രെയിം. അഗൈൻ ഒരു ഫോട്ടോ ഫ്രെയിം. ഓക്കെ, ഇതെന്താണെന്നറിയോ, നമ്മുടെ ടീ ഷുഗർ കോഫി. ഇത് മറ്റേ ഒരു ഫോഗി ടൈപ്പ് സാധനം അല്ലേ. ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ട് അല്ലേ, രസമുണ്ട് കാണാനല്ലേ. ഇങ്ങനത്തെ സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആണോ? നിങ്ങൾ പിടിക്ക്. എന്താണ് സംഭവം? ഇതൊരു ക്ലോക്ക് ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പേരുണ്ടല്ലോ. ഇതേ ഇതെന്താണ്? ക്ലോക്ക് ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടേ ഇല്ല അല്ലേ, സമയം നോക്കാൻ നമ്മൾ ഫോണിൽ ക്ലോക്ക് ഇല്ല കേട്ടോ ഇവിടെ. ഓക്കെ, വീഴ്ത്തണ്ട കേട്ടോ, മാറ്റി വെക്കൂ. ഇതെന്താ കാറ്? ഇത് നിങ്ങൾ പൊട്ടിച്ചോ. ഇത് കാറിന്റെ ലുക്ക്. കാറിന്റെ പെട്ടിയാണ്, അതിനകത്ത് വേറെ എന്താണ്. പൊട്ടിച്ച എഗെയിൻ കടായി. നല്ല വെയിറ്റ് ഉണ്ട്. ഒരു ഫ്ലവർ വേസ്, വീണ്ടും വരുന്നു. ഇതെന്താ സംഭവം? ഇത് നമ്മുടെ റൈസ് കുക്കറാണ്. കുറച്ച് പ്രയാസം റൈസ് കുക്കർ ഈ കാണുന്നത് തന്നെ അല്ലേ. ഇതാ ഇത് ഷാനുവിൻ്റെ അപ്പുവിൻ്റെയും ടീച്ചർ അവർക്ക് കൊടുത്തതാണ്. അത് പിന്നെ അത് ശരിക്കും പൊതിയുടെ പുറത്ത് തന്നെ ഇത് മനസ്സിലാവുമായിരുന്നു ഇതെന്താണ്. അപ്പോൾ അവർ പൊട്ടിച്ച് നേരത്തെ പൊട്ടിച്ചു. ഇതെന്താണിത്? അത് ഇതേപോലത്തെ ഒന്ന് വന്നല്ലോ അല്ലേ. ഓക്കെ, ഇത് പൊട്ടിച്ചു കഴിയാനായല്ലേ. വീണ്ടും ഒരു റൈസ് കുക്കറാ? ഈ ഫോട്ടോയിലുള്ള അതേ സാധനം, റൈസ് കുക്കർ. വീണ്ടും ബിരിയാണി പോട്ട്. 6 ആയില്ലേ ഇപ്പോൾ. ഇത് പൊട്ടിച്ചു. ഇത് ഇതിനകത്ത് കാണുന്ന കേട്ടോ, ജഗ്ഗും ഗ്ലാസും കേട്ടോ. ഇതും 2-3 സെറ്റ് കിട്ടിയില്ലേ. പിന്നെ ഇതാ വലിയൊരു ഫോട്ടോ ഫ്രെയിം. പിന്നെ ഇത് മാത്രമാണ് നമ്മളൊരു ആർട്ട് പീസ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുള്ള സാധനം. കാലിഗ്രാഫി, അറബിക് കാലിഗ്രാഫി. ഇതെൻ്റെ സുഹൃത്ത് വന്നിട്ട് ഇങ്ങനെ തന്നപ്പോൾ അവൻ
ആർട്ടിസ്റ്റാണ് ജഗദീഷ്. അപ്പോൾ അപ്പം തന്നെ പൊട്ടിച്ചിട്ട് അത് അവിടെ വെച്ചു. നമ്മൾ പറഞ്ഞില്ലേ ഡെക്കോർ ഐറ്റംസ് ഒന്നുമില്ല, അപ്പം എന്നാൽ ഇത് അവിടെ ഇരിക്കട്ടെ. ഇത് കണ്ടപ്പോൾ തന്നെ സംഗതി നമുക്ക് മനസ്സിലാവുമല്ലോ, ജഗദീഷ് തരുമ്പോൾ. അപ്പോൾ പിന്നെ അപ്പം തന്നെ പൊട്ടിച്ചത് അവിടെ കൺസോളിൻ്റെ മുകളിൽ വെച്ച്. പിന്നെ വേറെ ഐറ്റംസ് ഉണ്ട് വീട്ടിൽ അകത്ത് വാങ്ങിച്ചതുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ അല്ലേ, അപ്ലയൻസസും അങ്ങനത്തെ കുറേ സംഗതികൾ ആൾക്കാർ വാങ്ങിച്ചെന്നൊക്കെ ഉണ്ടായിരുന്നുണ്ട്. എന്തായാലും ചെറിയ രീതിയിൽ കുറച്ച് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിട്ട് നമ്മളെ ഒഫീഷ്യലി നമ്മളിവിടെ താമസം തുടങ്ങി. പിന്നെ ഇപ്പോൾ എല്ലാവരും കാത്തിക്കുന്നത് ഈ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. വീട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ, എല്ലാവരും വന്നവരൊക്കെ പേഴ്സണലായിട്ടൊക്കെ. വന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. വീടിൻ്റെ ഓരോ ആൾക്കാർക്ക് ഓരോ കോർണറൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മളത് വിശദമായിട്ട് കാണിച്ചു തരാം. പിന്നെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ജേണിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതൊക്കെ വഴി പറയാം. ഇവർക്കായിരുന്നു കേട്ടോ ഭയങ്കര ത്രില്ല് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ കാണിച്ചെടുത്ത ഫുള്ള് നിരത്തിയിട്ട് മതി. ഇതെല്ലാം ക്ലീൻ ചെയ്യണം. നമ്മളെ ലിവിങ് റൂം ഫുള്ളായിട്ട് നിറഞ്ഞ് ഇരിക്കുന്നുണ്ട്. അതെ. പിന്നെന്താ ഈ ഗിഫ്റ്റുകൾ കൊണ്ടുവന്നവരും നമ്മുടെ എന്താ പറയാ നമ്മുടെ ഫംഗ്ഷനിൽ പങ്കെടുത്തവർക്കൊക്കെ അല്ലേ, എല്ലാവർക്കും വീടിൻ്റെ ഈ ഒരു യാത്രയിൽ കൂട്ടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കാം. ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത ഹോം ടൂറിൻ്റെ വീഡിയോയിൽ കാണാം. ബൈ.